ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഇപ്പോൾ കർക്കിടക മാസം എല്ലാം കഴിയാറായി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പത്തില വെച്ചിട്ട് തോരനാണ്. അപ്പോൾ നമുക്ക് തോരൻ്റെ ഐറ്റംസ് എല്ലാം പറിച്ചെടുക്കാൻ പോവാം. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ കുമ്പളാണെന്ന് തോന്നുന്നു കേട്ടോ. രണ്ടെണ്ണം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് പയറിൻ്റെ ഇലയാണ്. ഒക്കെ കുറേശ്ശെ മതി കേട്ടോ. പിന്നെ കുറച്ചും മത്തൻ്റെ ഇല പറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തൊടിയിലേക്കൊന്ന് പോയി വെക്കാം. ഇവിടെ ചേന ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചേനൻ്റെതാ ഇല വിടരാൻ നിൽക്കുന്നത്, അതാണ് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത്. നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ റെഡ് ചീരയാണ്. അതായത് ഇതിന് സുന്ദരി ചീര എന്നിട്ടും പറയാം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് മൊത്തത്തിൽ 4 ഐറ്റംസ് കിട്ടിയ. ഇനി ഇത് വരുന്നത് ചായ മനസ്സാണ്. ഇത് നല്ല ഔഷധ ഗുണമുള്ള ചീരയാണ്. ഇതിന് കുറച്ച് കറയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലയാണ് ഇപ്പം ഞാൻ പൊട്ടിച്ചെടുക്കുന്നത്. പിന്നെ ഇത് സാമ്പാർ ചീരയാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. ചേമ്പിൻ്റെ വിടരാ നിൽക്കുന്ന ആ ഇലയാണ് എടുക്കുന്നത്. പിന്നെ ഒരു ഇലയും കൂടെ പറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കാന്താരി മുളകിൻ്റെ കുറച്ച് ഇല എടുക്കുന്നുണ്ട്. കൂടെ ഞാൻ കുറച്ച് കാന്താരിയും പൊട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ തോരയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇല കുറച്ച് കുറവാണ്, എന്നാലും ഇലയാണ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ഇത്രയും കിട്ടി. ഇനി ഇത് നമ്മുടെ സാദാ വൈറ്റ് ചീരയാണ്. ഏകദേശം അത് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാലും അതിൻ്റെ കുറച്ച് ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഇലയും കൂടെ പറിച്ചെടുക്കട്ടെ. ഇത് നമ്മുടെ കോവയ്ക്കാട്ടോ. അപ്പോൾ കോവയ്ക്കൻ്റെ ഇലയും കൂടെ പറിക്കാം ഇതിൻ്റെ കൂടെ. ഇത് നമ്മുടെ കൊടിത്തൂവാണ് കേട്ടോ. ഇത് നല്ല ഇലയത് നോക്കിയിട്ടാട്ടോ എടുക്കുന്നത്. പക്ഷേ മേലായ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പം നമ്മുടെ എല്ലാ ഐറ്റംസ് 10ൽ കൂടുതൽ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളെല്ലാ ഐറ്റംസും ഇതാ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ തഴുതമ്മ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് മത്തൻ്റെ ഇലയാണ്. നമ്മുടെ ചീര, ചേന 3 എണ്ണമായ, സാമ്പാർ ചീരയാണ്, അഞ്ച് ചായ മനസ, 6 കൊടുത്തുക, 7 നമ്മുടെ വൈറ്റ് ചീര, 8 നമ്മുടെ പയറിൻ്റെ ഇല, 9 നമ്മുടെ കോവയ്ക്ക, 10 നമ്മുടെ എന്താ പറയുക കുമ്പളത്തിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. അത് പറയാൻ മറന്നുപോയി. ഇത് 11ാമത്തെ ചേമ്പിൻ്റെ ഇലയാണ്.
ഈ തോരൻ ഞാൻ പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കുതിർത്തി വയ്ക്കാൻ പോവാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടെല്ലാം കുതിർന്ന് വന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിത് വാഷ് ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒറ്റ വിസിലിനാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസെല്ലാം കത്തിച്ച് നമ്മുടെ ആ പരിപ്പെല്ലാം അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. ഇനി അത് വേകുമ്പോഴത്തേക്ക് ഇലകളെല്ലാം വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മത്തൻ്റെ ഇല നമുക്ക് ഈ ഞരമ്പ് കളഞ്ഞിട്ട് ഇല മാത്രം എടുത്താൽ മതി. നമുക്കൊന്നും കട്ട് ചെയ്തെടുക്കാം. ചേമ്പൻ്റെ ഇലയെല്ലാം തുറന്നിട്ട് പുഴുവൊന്നും ഇല്ലയെന്ന് കൺഫേം ആക്കാം. അപ്പോൾ ഞാനത് മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെതാ പത്തരി ഞാനിതാ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പരിപ്പെല്ലാം വെന്ത് റെഡിയായിട്ട് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് നന്നായി ചൂടായതിന് ശേഷം ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു 6 ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ കാന്താരി മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 10 ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇത് നമ്മൾ മൂടിയെടുത്ത് അടച്ച് വെക്കാണ്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മൂടിയെടുത്ത് മൂടുമ്പോൾ ഇതിൻ്റെ ഫ്രഷ്നെസ് എല്ലാം നഷ്ടപ്പെടുന്നത് പോലെ തോന്നും. അപ്പോൾ ഏകദേശം ചീരെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വേവിച്ച പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഇല വെച്ചിട്ട് ഇത് മൂടി വെക്കണം. അപ്പോൾ ഇലേൻ്റെ ഫ്ലേവർ നമ്മുടെ ചീരയിലേക്ക് ഇറങ്ങി വരും. ഏകദേശം ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. അതിലെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീര ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ 10 ലീഫ് തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിത് സെർവ് ചെയ്തത്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ചോറിനെ കൂട്ടി കഴിക്കാൻ ഇത് മാത്രം മതി. ഇനി അഥവാ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടുമാങ്ങൻ്റെ അച്ചാറും ഒരു കഷ്ണം പൊരിച്ച മീനും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.